ഇനി നമ്മൾ കാണാൻ പോകുന്നത് 119ാമത്തെ പേജിൽ ഒരു കുട്ടിയുടെ ഒരു ഡൗട്ട് ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ചോദ്യമാണ് ആ കുട്ടി ഒന്നാമതായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈസിൻ്റെ ദ സൈഗോട്ട് എ സിംഗിൾ സെൽ. അതായത് ആ കുട്ടിയുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സിക്താണ്ഡം ഒറ്റ കോശം അല്ലേ, അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നത് ഒറ്റ കോശം അല്ലേ. അപ്പോൾ അതിന് ഉത്തരം എഴുതാം, സൈഗോട്ട് ഈസ് ജസ്റ്റ് വൺ സെൽ. അതെ, സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരേ ഒരു സെല്ലാണ്, അല്ലെങ്കിൽ ഒരേ ഒരു കോശമാണ്. സ്പെഷ്യാലിറ്റി ഓഫ് ദി സെൽ ഈസ്, ഈ സെല്ലിൻ്റെ ഈ സൈഗോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ജെനിറ്റൽ മെറ്റീരിയൽസ്. അതായത് ഈ സൈഗോട്ട് എന്താണ് ചെയ്യുന്നത്, ഇതിനകത്ത് എല്ലാ ജെനിറ്റൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ DNA ഉണ്ട്. ദ ബേബി നീഡ്സ്, അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുകയും അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യൻ ആയിത്തീരുകയും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ജെനറ്റിക് മെറ്റീരിയൽസും ഉള്ള ഒരു ഏക കോശമാണ് സൈഗോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ രൂപപ്പെടുന്ന ഏക കോശമാണ് സൈഗോട്ട്. ഇത് ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടി ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ച് സംയുക്തമായിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഈ സൈഗോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൈഗോട്ട് ഇൻക്ലൂഡ്സ് 23 ക്രോമോസോംസ് ഫ്രം ദ മദേഴ്സ് എഗ് ആൻഡ് 23 ഫ്രം ഫാദേഴ്സ് സ്പേം. അതായത് ഒരു അമ്മയുടെ എഗ്ഗിനകത്ത് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എഗ്ഗിനകത്ത് 23 ക്രോമോസോമുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ സ്പേമിനകത്തും 23 ക്രോമോസോമുകളുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്നാണ് 43 ക്രോമോസോമുകൾ ഉണ്ടാകുന്നത്. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം ആ കുട്ടി ചോദിക്കുകയാണ്, ഹൗ ഡസ് ഇറ്റ് ബിക്കം എ മൾട്ടി സെല്ലുലർ ബേബി. അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഈ സിക്താണ്ഡം ഒരു കോശമല്ലേ, ഇത് എങ്ങനെയാണ് അനേകം കോശങ്ങളുള്ള കുഞ്ഞായി രൂപപ്പെടുന്നത്? ദാറ്റ്സ് അനദർ ഗുഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അതിന് ഉത്തരം എഴുതുക, ദ സൈഗോട്ട് അണ്ടർഗോസ് മിറ്റോട്ടിക് ഡിവിഷൻ, അല്ലെങ്കിൽ ദ സൈഗോട്ട് അണ്ടർഗോസ് മയോട്ടിക് ഡിവിഷൻ എന്ന് നമുക്ക് പറയാം. അതായത് സൈഗോട്ടിന് എന്താണ് മയോട്ടിക് ഡിവിഷൻ എന്ന് നമുക്ക് പറയാം. അത് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ആൻഡ് ദ സെല്ലുലർ ഡിഫറൻസിയേഷൻ, അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന സെല്ലുകളുടെ വിഭജനം വഴി ലീഡിങ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മൾട്ടി സെല്ലുലർ എംബ്രിയോ. അതെന്ത് ചെയ്യുന്നു, ഈ മയോട്ടിക് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ വിഭജനം മൂലം എന്ത് ചെയ്യുന്നു, മൾട്ടി സെല്ലുലർ എംബ്രിയോ ആയിട്ട് അത് രൂപപ്പെടുന്നു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, വാട്ട് ഈസ് ദിസ് മയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ മിറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. മിറ്റോട്ടിക് ഈസ് ദ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ഇൻ യൂക്രിയോട്ടിക് സെൽസ്. അതായത് യുക്രിയോട്ടിക് സെല്ലിൽ ഉണ്ടാകുന്ന സെല്ലുകളുടെ ഡിവിഷനെയാണ് മിറ്റോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി യൂക്രിയോട്ടിക് സെൽ എന്താണെന്നുള്ള കാര്യം ഞാൻ പ്രീവിയസ് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം മിറ്റോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ ഇൻ ദ യുക്രിയോട്ടിക് സെൽ. അതായത് യുക്രിയോട്ടിക് സെല്ലിൽ നടക്കുന്ന മിറ്റോസിസ് എന്നുള്ള ആ പ്രോസസ്സിൻ്റെ പരിണിത ഫലമായിട്ട് സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മൾട്ടി സെല്ലുലർ എംബ്രിയോ ആയിട്ട് രൂപപ്പെടുന്നു. ഇറ്റ് ഒക്വേഴ്സ് വെൻ പേരന്റ് സെൽ ഡിവൈഡഡ് ടു പ്രൊഡ്യൂസ് 2 ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ മിറ്റോട്ടിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് യുക്രിയോട്ടിക് സെല്ലുകളിലാണ് കാണപ്പെടുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവൈഡ് ചെയ്യുന്ന പേരന്റ് സെല്ല് എന്താണ്, ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ് ആയിരിക്കും. അതായത് ഈ ഉണ്ടാകുന്ന 2 സെല്ലിലും ഒരുപോലെ തന്നെ ആയിരിക്കും അതിനകത്തുള്ള എന്താണ് ഈ പറയുന്ന സംഗതികളെല്ലാം. എല്ലാ ഒരു കോശത്തിനകത്തുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും 2 കോശത്തിലും ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇൻ സെൽ ഡിവിഷൻ മിറ്റോസിസ് റെഫേഴ്സ് explicitly to the partition of duplicated genetic material carried in the nucleus. അതായത് ഈ മിറ്റോട്ടിക്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒറിജിനലിനെ പോലെ തന്നെ ഒന്നുകൂടെ ഉണ്ടാകുന്ന പ്രോസസ്സാണ് മിറ്റോട്ടിക് ഡിവിഷൻ. എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ്
സൈഗോട്ട് ബിക്കം, അതായത് ഏക സെല്ലായിരിക്കുന്ന സൈഗോട്ട് മൾട്ടി സെല്ലുലർ ബേബി ആയിത്തീരുന്നത് അത് മിറ്റോസിസ് പ്രകാരമാണ് അത് ആയിത്തീരുന്നത്. അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് only one of the sperm that reaches the ovum fuses with it. ഏതുമായിട്ട്? ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സംയോജിക്കുന്നുള്ളൂ. വൈ? ഫൈൻഡ് ഔട്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് കണ്ടെത്തുവാനായിട്ടാണ്. ഓക്കെ, എന്താണ് കാരണം? only one of the sperm that reach the ovum fuses with the egg because immediately after the first and only sperm cell that enters the ovum അല്ലെങ്കിൽ egg cell in the fertilization process, something called fertilization membrane forms on the cell membrane of the ovum. ഓക്കെ, ഇച്ചിരി വലിയ ഒരു സെൻറ്റൻസ് ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഞാനിത് കൃത്യമായിട്ട് പറയാം. only one of the sperms, അതായത് ഒരു സ്പേം എന്താണ് ചെയ്യുന്നത്? ദാറ്റ് റീച്ചസ് ദ ഓവം, അതായത് ഈ നമ്മൾ പറഞ്ഞു 400 million sperms are deposited in the vagina or of the woman. ഓക്കെ, ആ യോനിനാളിയിൽ നിന്നും എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്പേം എവിടെ എത്തിച്ചേരുമ്പോഴാണ്? ഓവമിൻ്റെ അടുത്ത് എത്തിച്ചേർന്ന് അത് ഓവവുമായിട്ട് അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് സംയോജിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഒൺലി സ്പേം, അതായത് ആ ഒരു സ്പേമുമായിട്ട് സംയോജനം നടക്കുന്ന അതേ നിമിഷം എന്ത് സംഭവിക്കുന്നു? ഇൻ ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൽ ഇങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രവർത്തനം നമ്മൾ അറിയാതെ അവിടെ തന്നെ നടക്കുന്നുണ്ട്. സംതിങ് കോൾഡ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ, അതായത് ഒരു പുതിയ ആവരണം. ആ ആവരണത്തിന് എന്താണ് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ ഫോംസ് ഓൺ ദ സെൽസ് ഓഫ് മെംബ്രൈൻ ഓഫ് ദ ഓവം. എന്ത് ചെയ്യുന്നു? ആ ഓവത്തിന് ചുറ്റും, ആ സ്ത്രീയുടെ എഗ്ഗിന് ചുറ്റും ഒരു പുതിയ ആവരണം സൃഷ്ടിക്കപ്പെടുന്നു. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പം ഒരു പുരുഷ ബീജം ഒരു സ്ത്രീ ബീജവുമായിട്ട് അതായത് ഫെലോപ്യൻ ട്യൂബിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന നിമിഷം തന്നെ ആ എഗ്ഗിന് ചുറ്റും ഒരു ആവരണം സൃഷ്ടിക്കപ്പെടുന്നു. ആ ആവരണത്തിൻ്റെ പേരാണ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ. അങ്ങനെ ഒരു ആവരണം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദിസ് ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ പ്രിവെൻറ്റ്സ് എനി അതർ സ്പേം സെൽ ഫ്രം എൻ്ററിങ് ദ ഓവം. ഈ രൂപപ്പെടുന്ന ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ, എഗ്ഗിന് ചുറ്റും രൂപപ്പെടുന്ന ഫെർട്ടിലൈസേഷൻ മെംബ്രൈൻ എന്ത് ചെയ്യുന്നു? പ്രിവെൻസ്, അതായത് അത് ബ്ലോക്ക് ചെയ്യുന്നു, തടസ്സം നിൽക്കുന്നു. എനി അതർ സ്പേം, ഇനി ഒരു സ്പേമും കൂടി അത് ഓവത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ എഗ്ഗിനകത്തേക്ക് കയറുന്നതിനെ അത് തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ഞാൻ പറയാം. വെൻ ദ സ്പേം റീച്ചസ് ദ എഗ്, വെൻ വൺ സ്പേം റീച്ചസ് ദ എഗ്, എപ്പോഴാണോ ഒരു സ്പേം എഗ്ഗിൽ എത്തിച്ചേരുന്നത്, then and it gets fertilized, അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? there is a new membrane is formed around the egg. ആ എഗ്ഗിന് ചുറ്റും, അതായത് ആ സ്ത്രീയുടെ ബീജത്തിന് ചുറ്റും ഒരു ആവരണം രൂപപ്പെടുന്നു. ദിസ് മെംബ്രൈൻ, ഈ ആവരണം എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ്സ്, അതായത് ബ്ലോക്ക് ചെയ്യുന്നു അതർ സ്പേംസ് ടു എൻ്റർ ഇൻ ദ ഓവം, മറ്റുള്ള സ്പേമുകൾ ആ ഓവത്തിനകത്തേക്ക് കയറുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് only one sperm, ഓക്കെ, അതായത് ഒരു സ്പേം മാത്രം ഓവത്തിനകത്തേക്ക് കയറുകയും ഫ്യൂസ് ചെയ്യുകയും ചെയ്ത് സിദ്ധാന്തമായിട്ട് അല്ലെങ്കിൽ സൈഗോട്ടായിട്ട് രൂപപ്പെടുന്നത്. ഐ സപ്പോസ് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സൈഗോട്ട് അല്ലെങ്കിൽ രൂപപ്പെടുന്നതെന്നും ആ സൈഗോട്ടിൽ നിന്ന് എങ്ങനെയാണ് എംബ്രിയോ രൂപപ്പെടുന്നതെന്നും ഈ പാഠഭാഗത്ത് ഈ 2 ക്വസ്റ്റ്യൻ ആൻസറുകളിലൂടെ ഞാൻ വിശദമാക്കി തന്നിട്ടുണ്ട്. ഐ സപ്പോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം.